ചാനൽ ചിപ്പൂസ് വ്ലോഗ്. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? അപ്പൊ ഞാൻ ഇന്നൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളുമായിട്ട് കുറച്ച് നേരെ കുശലം പറഞ്ഞിരിക്കാന്ന് വെച്ചാ വന്നത്. പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കും ഇല്ല. ഞാൻ അങ്ങനെ ഒന്നും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഞാനപ്പം എന്നെ കുറിച്ച് ഞാൻ ഇത്രയും നാളും വീഡിയോ ഇടാതിരുന്നതിൻ്റെ ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ അപ്പോഴുണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചുമ്മാ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് കുറച്ച് നേരം സംസാരിക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോ ഞാനിങ്ങനെ പണ്ട് നിങ്ങളെ മുന്നിൽ വന്നിട്ട് അമ്പൂരിയുടെ വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അമ്പൂരിയുടെ വീഡിയോ ആയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നതിന് ഇച്ചിരി സ്പീഡ് കൂടുന്നുണ്ടോ, ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സ്പീഡ്. ഓക്കെ, ഞാനപ്പം 2 years മുന്നെയാണ് ആദ്യമായിട്ട് എൻ്റെ ഈ ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് അമ്പൂരിയിലെ വീഡിയോ ആയിരുന്നു. അത് ഇക്കാലം എൻ്റെ ഇതുവരെയുള്ള ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുള്ളൂ. ഇതുവരെയുള്ള എൻ്റെ വീഡിയോസ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അമ്പൂരിയിലെ വീഡിയോ. ഇപ്പം പുതുതായിട്ട് വന്ന ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അമ്പൂരിയിലെ വീഡിയോ ഒന്ന് പോയി കാണാട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ ആ അമ്പൂരിയിലെ വീഡിയോ ആയിട്ടാണ് വന്നത്. അമ്പൂരി എനിക്ക് നല്ല റിവ്യൂ കിട്ടിയ വീഡിയോ ആണ്. അപ്പോൾ അതിട്ടിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ എല്ലാ ആഴ്ചയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു 2-3 വീഡിയോസ് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഇട്ടതേ ഇല്ല. ചുമ്മാ എന്ത് വീഡിയോസ് ഇടുമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ഇരുന്നല്ലാണ്ട് ഒരു ഉൾവലിവ്, അങ്ങനെ ഉൾവലിഞ്ഞ് എങ്ങനെ ഇരുന്നു. അല്ലാണ്ട് ഞാൻ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോസ് ഇടണം, വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആഗ്രഹം വെച്ച് അങ്ങനെ ഇരുന്നു മനസ്സിൽ, പക്ഷെ അപ്ലോഡ് ഒന്നും ചെയ്തില്ല. അങ്ങനെ ഇരുന്നു. ഓരോ വീഡിയോസ് കാണുമ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്താ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആലോചിക്കുമായിരുന്നു. പക്ഷെ മോളുടെ ചാനലിൽ മോള് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ചാനലിൽ വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതല്ല, അതൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ നാൾ ഇരുന്നിപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് ചെയ്തിട്ട് എന്താ കാര്യം? വീഡിയോ ഇടണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. അല്ലാണ്ട് ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. എന്ന് വെച്ചാൽ ഞാനൊക്കെ ഇപ്പം 90s കിഡാണല്ലോ. അപ്പം നമ്മൾ വരുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കിഡ്സിന് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും റീൽസ് ആവട്ടെ, അവർക്ക് കിട്ടുന്ന യൂട്യൂബിലുള്ള ഓരോ കാര്യങ്ങളാവട്ടെ, അതൊക്കെ എന്നെക്കാൾ ഏജ് ഉള്ളവരും എൻ്റെ സെയിം ഏജ് ഉള്ളവരൊക്കെ നന്നായി ഓരോ ചാനൽസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയോ ഇവർക്ക് എന്നാ കഴിവാ ചെയ്യുന്നത്, നമുക്കൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഇൻപുട്ട് ഇട്ടാലോ എന്ന്. അങ്ങനെ ആ ഇൻപുട്ടുമായിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വന്നേക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെന്താ പറയാ, ഓക്കെ, സ്കൂൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരുന്നു ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴും എൻ്റെ മോളെടുത്ത് പറയായിരുന്നു കേട്ടോ. കാരണം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിരുന്നെങ്കിൽ, അന്ന് നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. അപ്പോൾ ഞാനൊക്കെ പ്രോഗ്രാംസിന്, സബ് ജില്ലാ യുവജനോത്സവം ആവട്ടെ, യൂത്ത് ഫെസ്റ്റിവൽ ആവട്ടെ, സ്കൂളിലെ സ്പോർട്സ് ആവട്ടെ, എന്ത് കാര്യത്തിനും നമ്മൾ ആക്റ്റീവായിട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ലൈഫിലോട്ട് വന്ന് ഫാമിലി അങ്ങനെ വന്നതിന് ശേഷം പിന്നെ അങ്ങ് ഒതുങ്ങിപ്പോയി. പിന്നെ നമ്മൾ ഈ ആക്ടിവിറ്റീസിലോ ഒരു ആക്ടിവിറ്റീസിലും അങ്ങനെ ഞാൻ കുറച്ച് ആക്റ്റീവ് ആയിരുന്നില്ല. ഞാൻ കംപ്ലീറ്റ്ലി എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ്. പക്ഷെ ഞാൻ ആ ഒരു രീതിയിലാണ് പൊക്കോട്ടത്. പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊക്കെ ചെയ്യണത്. ഞാൻ വിചാരിച്ചു ഇല്ല, ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു, പക്ഷെ ആ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ ആവണമെന്ന് വിചാരിച്ചാലും നമ്മൾ പണ്ട് കണ്ടിന്യൂസ്ലി ആ ഒരു പ്രോസസ്സിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതല്ലേ. പക്ഷെ കുറേ നാള് ഒന്നും ഈ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തത് കാരണം ഒരു സ്റ്റക്ക് എനിക്കുണ്ട് കേട്ടോ. എങ്ങനെ ആയിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. ഓരോ റീൽസൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. എനിക്കറിയാം എൻ്റെ ഈ വണ്ണമൊക്കെ വെച്ച് ചില റീൽസൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എനിക്ക് തന്നെ തോന്നും, അയ്യോ വേണമായിരുന്നു വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രാഫ്റ്റിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക് ആക്കിയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയത്തില്ല, നോക്കാം. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം ഇനിയിപ്പം വിചാരിച്ചു ഇങ്ങനെ നമ്മളിങ്ങനെ മറ്റുള്ളവരിങ്ങനെ എന്ത് പറയുമെന്നൊക്കെ ആലോചിക്കുന്ന എന്തിനാ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെയും വന്നേക്കുന്ന വീഡിയോസും റീൽസും ഒക്കെ ആയിട്ട്. ഒരുപാട് റീൽസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എത്രത്തോളം ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ പറ്റുന്നിടത്തോളം റീൽസ് ഞാനിടും. ഇൻസ്റ്റയിൽ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറൊന്നുമില്ല. അപ്പം ഞാൻ ഈ ക്യാമറയുടെ ബാക്കിൽ ഇരിക്കുന്ന ഒരാളെയും കൂടെ ഞാൻ വിളിച്ച് പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ മോള് സോയ കൗസർ, മഞ്ഞു. സോയാസ് ഫെയറി ലാൻഡ് എന്ന് പറയുന്ന ചാനൽ
അല്ലേ? ആ ചാനലിൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. നമ്മൾ പാനിപൂരി ഈറ്റിംഗ് ചലഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് ഇനിയും ചലഞ്ചസ് ഒക്കെ ചെയ്താലോ? ഞങ്ങൾ അപ്പൊ ചലഞ്ചിങ് വീഡിയോസും ആയിട്ടൊക്കെ വരുന്നതായിരിക്കും അല്ലേ? പിന്നെ ഇവിടെ ഇരിക്കെ, അമ്മയുടെ ചാനലിനെ കുറിച്ച് അമ്മയെ കുറിച്ച് എന്താ പറയാനുള്ളത്? പിന്നെന്താ? അമ്മക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കാണാം അമ്പൂരിയുടെ. ഓക്കെ, അപ്പം സോയാസ് ഫെയറി ലാൻഡും കാണാം. പിന്നെന്താ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ മഞ്ഞു? നമ്മൾ ഇന്ന് എന്തെങ്കിലും കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.